ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടുക്കൻ വെജിറ്റബിളൊക്കെ ചേർത്ത് വെച്ച ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിന് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ തന്നെയാണ്. അത് നമ്മളൊന്ന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് പച്ചക്കറിയാണ്. ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ സവാള. ഇത്രയും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്ത പച്ചക്കറികളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ തന്നെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും പച്ചക്കറികളാണ്. ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങ കൂടി വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചു, അതിലേക്ക് 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് നമ്മുടെ സവാള വഴന്ന് വന്നിട്ട് ഒരുപാട് അങ്ങ് വഴറ്റണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് എന്താ ചേർക്കേണ്ടത് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് അതൊന്ന് പേസ്റ്റ് ആക്കിയത് നമ്മൾ അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കി വെച്ച പച്ചക്കറികളെല്ലാം തന്നെ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ തന്നെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് മുളക് പൊടി. ഇത് കശ്മീരി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ മുളക് പൊടിയായിരിക്കും ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് നൽകുക. പിന്നെ പച്ചമുളകും കുരുമുളക് പൊടി ഇത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ട് പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്താൽ അതിനത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കണം. ചിക്കൻ വേകണം, അതുകൊണ്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. ഏകദേശം നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തക്കാളി ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ കറി വിത്ത് വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കറിയാണിത്. ഇതിലേക്ക് നമുക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം നമ്മൾ വെച്ചിരിക്കണം. നന്നായിട്ടൊന്ന് ചൂട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വെന്തോന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനുശേഷം തേങ്ങ ചേർക്കുക. ലാസ്റ്റ് നമ്മൾ 1 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിടുക്കൻ വെജിറ്റബിൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തി കറി നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിമ്മൂസ് കിച്ചൺ.